ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ലോഗ് നമ്മളൊരു വാഗമൺ ട്രിപ്പ് പോയതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ്. വാഗമണിലെ ഈ സമയം നല്ലൊരു ക്ലൈമറ്റ് അന്തരീക്ഷമൊന്നും അല്ലായിരുന്നു. എന്നാലും നൈറ്റിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അല്ലാതെ കൊണ്ട് ക്ലൈമറ്റ് സാധാരണ നമ്മൾ വാഗമൺ പ്രതീക്ഷിക്കുന്ന അത്രയും ക്ലൈമറ്റൊന്നും ഇല്ല. ചൂടുണ്ട് എന്നാൽ തണുപ്പുമുണ്ട്, ആ ഒരവസ്ഥയായിരുന്നേ. ഞങ്ങളവിടെ ഒരു വാലീസ് വ്യൂ എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ് എടുത്തത്. അവിടെ ഒരു പൂൾ നോക്കിയാണ് സത്യത്തിൽ നമ്മൾ പോയത്, കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിന്. അങ്ങനെ ഒരു റിസോർട്ട് നോക്കിയാണ് എടുത്തത്. റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ബാൽക്കണിയിൽ, നമ്മൾ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂസാണ് കേട്ടോ. ഞങ്ങൾ ഒരു 2 ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. അവിടെ നമ്മുടെ റിസോർട്ടിൽ ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 5 PM ഒക്കെ ആയപ്പോൾ തൊട്ടേയും ചെറിയൊരു മിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു മൂടൽ മഞ്ഞോ അങ്ങനെയൊന്നും ഇല്ല, ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വന്ന റൂമൊക്കെ ഇങ്ങനെ കണ്ടു. എന്നിട്ട് ബാൽക്കണിയിൽ കുറേ നേരം ഇങ്ങനെ വ്യൂസൊക്കെ നോക്കി ഇരിക്കുമായിരുന്നു. പുൽത്തകടികളും അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, കാഴ്ചകളൊക്കെ. അതിനുശേഷം പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പൂളിലിറങ്ങി അവർക്ക് കളിക്കാൻ വേണ്ടി. അതിന് വേണ്ടിയിട്ട് സത്യം വെക്കേഷൻ വന്നത് തന്നെ അങ്ങനെ ഉദ്ദേശിച്ച് അയച്ചു കൊടുത്ത്. എന്നാലും അവരൊക്കെ ആയിട്ട് അവർക്ക് എൻജോയ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളാരും ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ കാലൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് കളിച്ചിരുന്നു. കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ ആ ഒരു ടൈം, അവർക്ക് കിട്ടുന്ന ഈ ഒരു സമയം, അത് വലിയ ഒരു ടൈം തന്നെയാണ്. നമ്മൾ മറ്റു സമയങ്ങളിൽ കൊണ്ട് ടൂർ പോകുന്ന പോലെയല്ല. ഈ ഒരു ടൈം അവർക്ക് നല്ല രീതിയിൽ അവർക്ക് എൻജോയ്മെൻറ്റ് കൊടുക്കേണ്ട ടൈം തന്നെയാണ്. പിന്നെ ഞങ്ങൾ നൈറ്റിൽ അവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള. അവിടെ നൈറ്റിൽ ഇതുപോലെ ലൈറ്റ്സും ഗാർഡൻ ഫ്ലവർ ഷോ പോലെ ഒരു ഗാർഡൻ ഷോ ഒക്കെയാണ്. സെയിലൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഗാർഡൻ പോയി കാണാൻ മാത്രമേ സാധിക്കത്തുള്ളൂ കേട്ടോ. പല പല വെറൈറ്റി ചെടികൾ, പ്ലാന്റ്സ്, അതൊക്കെയായിരുന്നു കേട്ടോ അവിടെ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് റോസസിൻ്റെ വെറൈറ്റികൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് തറയിൽ നിൽക്കുന്ന റോസ് പോലും നിറയെ പൂവിട്ട് ഇല കാണാൻ വഴിയാത്ത രീതിയിൽ പൂത്ത് നിൽക്കുമായിരുന്നു. രാത്രിയാവുമ്പോൾ നമുക്കതിൻ്റെ മനോഹാരിത നന്നായിട്ട് കാണിക്കാനും സാധിച്ചില്ല. ഞങ്ങളുടെ റിസോർട്ടിലെ ആൾ പറഞ്ഞത് രാത്രി പോകുമ്പോൾ ലൈറ്റ്സും അതൊക്കെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ രാത്രിയിൽ അവിടെ വിട്ട് വിട്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയത്. പക്ഷേ ഇങ്ങനൊരു സംഭവം വാഗമണി മുന്നേയൊക്കെ വന്നിട്ടും ഇങ്ങനൊരു സംഭവം അവിടെ ഉള്ളതായിട്ട് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇങ്ങനെ അവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന്? അങ്ങനെ എന്തായാലും നല്ല രീതിയിൽ എനിക്ക് ചെടികളിലേക്ക് ഇഷ്ടമാവുകൊണ്ട് ഇത് നല്ല രീതിയിൽ എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരു ഭയങ്കര സന്തോഷമായിരുന്നു ഇവരെയൊക്കെ കണ്ടപ്പോൾ കേട്ടോ. ഈ ആന്തൂര്യത്തിൻ്റെ കളർ യഥാർത്ഥത്തിൽ നല്ല ഭംഗിയായിട്ടോ. എന്ത് രസമായിരുന്നോ. സെയിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഒരു പ്ലാന്റ് വാങ്ങിയേനെ. ഒരുപാട് വെറൈറ്റി, ഞാൻ കണ്ടിട്ടില്ലാത്ത കുറച്ച് ഫ്ലവേഴ്സൊക്കെ അവിടെ കണ്ടു കേട്ടോ. എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തെടുത്ത് പോയത്. ഭയങ്കര തിരക്കായിരുന്നു, ആൾക്കാരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കത് വീഡിയോ പിടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫെലിനോപ്സിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സ് ഉള്ളതൊക്കെ കുറവായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു വാട്ടർ ഷോ ആയിരുന്നു. അതൊരു വലിയ ഏരിയയിലാണ് വാട്ടർ ഷോ നടക്കുന്നത്, ഒരു വലിയ കുന്നിൻ്റെ മണ്ടയിലാണ്. അപ്പോൾ നല്ല ഹൈറ്റിലാണ്. നമ്മൾ ഹൈറ്റിൽ നിൽക്കുമ്പോൾ മൂടൽമഞ്ഞ് നല്ല രീതിയിൽ അടിച്ചു. നമുക്ക് അടുത്തേക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലുള്ള മൂടൽമഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ലൈറ്റ്സും ഈ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അതൊരു എൻജോയ്മെൻറ്റ് കാണിക്കുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തു എല്ലാവരും. ഒരു DJ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഒരു സിറ്റുവേഷനായിരുന്നു. എന്നാൽ ഭയങ്കര സേഫുമാണ്, നമുക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ആരും ശല്യവും അങ്ങനെയൊന്നുമില്ല. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തട്ടും മുട്ടും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഇടയിൽ പോയി നിൽക്കുകയും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ നമുക്ക് നിന്ന് കളിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ പറ്റിയൊരു സ്ഥലം. നൈറ്റിലൊക്കെ വാഗമണി പോകുന്നവരും ഉറപ്പായും ഈ സ്ഥലത്ത് പോകണം കേട്ടോ. അത്രയും നല്ലൊരു പ്ലേസാണ്. അവിടെ അത് മിസ് ചെയ്യരുതാണ് ഏരിയ. അത്രയ്ക്ക് നല്ല ഒരു പ്ലേസായിരുന്നു. കുട്ടികൾക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നമുക്കും അത് കണക്ക് ആ പാട്ടിനൊത്ത് ആ വാട്ടർ അങ്ങനെ കളിക്കുന്നതാണ്, ഡാൻസ് ചെയ്യുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയിട്ട് വന്നിട്ട് റൂമിൽ നിന്ന് പോയി പിറ്റേന്ന് നമ്മൾ അവിടെ നിന്ന് വേറെ പിന്നെയും കുറച്ച് സ്ഥലങ്ങൾ പോകാമെന്ന് കരുതി വന്നപ്പോൾ കുട്ടികൾക്ക് അഡ്വഞ്ചർ പാർക്കിൽ പിന്നെയും പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും ഞങ്ങൾ അവിടെ തന്നെ പകൽ അവിടുത്തെ വ്യൂ ആണ് കേട്ടോ. നമുക്ക് രാത്രി വരുന്നപ്പോൾ ഇത്രയും നല്ലതായി മനോഹരമായിട്ട് അവിടുത്തെ വ്യൂസ് എടുക്കാൻ കഴിഞ്ഞില്ല. രാത്രി ആയപ്പോൾ പിറ്റേന്ന് രാവിലെ നമുക്ക് ഇങ്ങനെ
കഴിഞ്ഞുള്ളൂ. അതിൻ്റെ കുറേ അഡ്വഞ്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാം, കുട്ടികൾക്കും വലിയവർക്കും വേണ്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് അവിടെ ഒരു നല്ല ഹൈറ്റിൽ കൂടെ അത് പോകുന്നത് കേട്ടോ, നമുക്ക് നോക്കുമ്പോൾ കാണാം. തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നല്ലൊരു ഹൈറ്റിൽ കൂടിയാണ് അവരത് കവർ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒത്തിരി ഏരിയ ഉണ്ട്, അങ്ങേ അറ്റം പോകുമ്പോൾ അവിടെ ആൾ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നാൽ കാണത്തില്ല, അത്രയും ഏരിയ ഉണ്ട്. അവിടെ നിന്ന് പോയി നെക്സ്റ്റ് അവിടെ ചെന്നിട്ട് അടുത്തൊരു ലൈനിൽ കൂടെ വേറൊരു ലൈനിൽ കൂടെ തിരിച്ച് ഇപ്പുറം തന്നെ വരും. അതാണ് അവിടുത്തെ ആ ഒരു ഇതാണ്. ഈ സ്ഥലത്തൂടെ നമ്മൾ കയറി പോകുന്നത്. പോയിട്ട് അത് നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങേ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് പിന്നെയും തിരിച്ച് വരും. ഇതിന് ഒരാൾക്ക് 400 ആയിരുന്നു റേറ്റ് കേട്ടോ. പക്ഷെ നല്ലൊരു ഇതായിരുന്നു, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി. അതൊരു പേടിയൊക്കെ പിള്ളേർക്ക് തോന്നിയെങ്കിലും പിന്നെ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റോടെ തന്നെയാണ് പോയത്. നല്ല സേഫായിരുന്നു, സെക്യൂർ ആയിരുന്നു, അതുകൊണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചെറിയൊരു വെയിലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ആ ടൈം വലിയ കുഴപ്പമില്ല. അതായത് അങ്ങ് ഓട്ടോമാറ്റിക് അങ്ങ് പോകുന്നുണ്ട്, അപ്പം വലിയ ബുദ്ധിമുട്ടില്ല. ലേക്കും കവർ ചെയ്ത് അങ്ങനെ പോകുന്നത്, കുറച്ച് ദൂരം പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കയറി കേട്ടോ, കുട്ടികളെല്ലാവരും കയറി, അവർ എൻജോയ് ചെയ്തു നല്ല രീതിയിൽ. ഇങ്ങനെയുള്ള അഡ്വഞ്ചറൊക്കെ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ലേ, പുറത്തൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ അല്ലല്ലോ. പിന്നെ അവിടെ വേറെയും കുറേ അഡ്വഞ്ചേഴ്സ് ടൈപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾക്കുള്ള 3D ഷോകൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് അതിനൊക്കെ പോയിട്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ വന്നത് ലാസ്റ്റ്. ഈ സ്ഥലം നല്ല ഒരു തണൽ ഏരിയ ആയിരുന്നു, അപ്പം നമുക്ക് നിൽക്കാൻ നല്ല സുഖമായിരുന്നു. ഫുൾ തേയിലത്തോട്ടമാണ് കേട്ടോ, തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ഇത് പോകുന്നത്. അവിടെ കംപ്ലീറ്റ് ഒരു ലേക്കും ഒരു തേയിലത്തോട്ടവുമാണ്. അതാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഇതാ തിരിച്ച് വരുന്ന സ്ഥലം, തിരിച്ച് വന്നിറങ്ങുന്നത് ഇവിടെയാണ് കേട്ടോ. ഓരോരുത്തരായിട്ട് തിരിച്ചിറക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തർ വരുന്ന വീഡിയോ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. തിരിച്ച് വരുന്നത് ഇതെൻ്റെ മോൻ വരുന്നത്, എൻ്റെ മോൻ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവനൊന്ന് സാധാരണ ഇങ്ങനത്തെ അഡ്വഞ്ചർ ടൈപ്പൊക്കെ ഭയങ്കര പേടിയുള്ള ടൈപ്പാണ്. പക്ഷേ മറ്റു കുട്ടികളുടെ കൂടെയൊക്കെ പോയോണ്ടായിരിക്കും അവൻ മുന്നിൽ നിന്നു പോകാൻ വേണ്ടിയിട്ട്. എനിക്കത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം അങ്ങനെ പേടിച്ചിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു മുന്നിലിട്ട് കണ്ടപ്പോഴേ നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ. അത് ചിലപ്പോൾ മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ ആളിനും കൂടെ പോകണമെന്ന് തോന്നി. അങ്ങനെയൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടും. കുട്ടികൾക്കും കുറച്ചും കൂടി സന്തോഷമാവും, ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കാൻ പറ്റും. അവരുമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സന്തോഷമല്ലേ. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സത്യത്തിൽ ഈ വെക്കേഷനൊക്കെ ട്രിപ്പ് പോകുന്നത് കൂടുതലും. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ തുടർന്നും പ്രതീക്ഷിക്കുന്ന എല്ലാ സപ്പോർട്ടും. താങ്ക് യു.